എല്ലാവർക്കും നമസ്കാരം. നാളെ മുതൽ നമ്മൾ സ്കൂളുകൾ തുടങ്ങണമല്ലേ? അപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾക്ക് സംശയങ്ങളുണ്ട്. ഈ ലഹരി അല്ലേ, ഒരുപാടായി MDMA പോലത്തെ ലഹരികൾ, കഞ്ചാവ് പോലത്തെ ലഹരികളൊക്കെ ഒരുപാടായിട്ട് കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ കുട്ടി അറിയാതെ ഇപ്പം ഞങ്ങൾ പിടിക്കുന്ന മിക്ക കേസുകളിലും കുട്ടികൾ ലഹരി ആദ്യത്തെ ഒരു 2-3-4 പ്രാവശ്യം ഇവർ കുട്ടിക്ക് കൊടുക്കുന്നത് കുട്ടി അറിയുന്നില്ല. അതായത് ഇവരുടെ ലക്ഷ്യം അല്ലെ, ലഹരി വിൽക്കുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ ലഹരിക്ക് അടിമപ്പെടുത്തുക അല്ലെ. ആദ്യത്തെ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, കുട്ടി ഡ്രഗ്സിന് അഡിക്ഷനായി മാറും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുട്ടി അറിയാതെ ചിലപ്പോൾ ഐസ്ക്രീമിലാവാം, അല്ലെങ്കിൽ മിഠായിലാവാം, പല തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥത്തിലൂടെ ആവാം കുട്ടിക്ക് എന്ത് കൊടുക്കുന്നത്, ലഹരി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അറിയാനായിട്ട് ചെറിയൊരു ടിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും നിങ്ങൾ ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. പറയേണ്ട കാര്യത്തിലുള്ളൂ. അതായത് ഒരു കുട്ടി ഒരു മിഠായിയോ അല്ലെങ്കിൽ ഐസ്ക്രീമോ എന്തെങ്കിലും ഒരു സംഭവം കഴിക്കുമ്പോൾ, അത് ചിലപ്പോൾ ഒരു കൂട്ടുകാരൻ തന്നതാവാം, അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാവാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കുട്ടി കഴിക്കുമ്പോൾ, സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല അല്ലെ, ഒരു മധുരം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് അറിയുമെന്നല്ലാതെ കുട്ടിക്ക് അമിതമായിട്ട് ക്ഷീണം തോന്നുക, അല്ലെങ്കിൽ വളരെയധികം സന്തോഷവാനാവുക, അല്ലെങ്കിൽ വളരെയധികം ചിരിച്ച് സന്തോഷം വരുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുക. അപ്പോൾ ഈ ഒരു പറയുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് കഴിച്ചതിന് ശേഷം കുട്ടിക്ക് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടിയോട് നിങ്ങൾ പറയേണ്ടത് നിർബന്ധമായിട്ട് അത് ആരോട് പറയണം? ഒന്നില്ലെങ്കിൽ രക്ഷിതാക്കളോട് പറയാം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു അധ്യാപകനോട് പറയാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിരീക്ഷിക്കുക. കാരണം കുറേ സ്ഥലങ്ങളിൽ നമ്മൾ സ്കൂൾ പരിസരങ്ങളിലെ കടകളിൽ നിന്ന് നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഈ ഐസ്ക്രീം വണ്ടികളിൽ വരുന്ന ആളുകൾ ലഹരി കൊടുത്തിട്ട് അത് നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഒപ്പം പഠിക്കുന്ന സഹപാഠികൾ ചോക്ലേറ്റ് രൂപത്തിൽ കുട്ടികൾക്ക് ലഹരികൾ കൊടുത്തിട്ട് ഇത് നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികളിലേക്ക് ലഹരി വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇതുപോലെ എന്തെങ്കിലും അവർക്ക് കഴിക്കുമ്പോൾ, ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും. ഈ ഒരു പ്രാവശ്യം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. അല്ലെങ്കിൽ കുട്ടി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കടയിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരാൾ തന്നൊരു മിഠായി ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ആ ഒരു വ്യക്തി നമുക്ക് തരുമ്പോഴോ, അല്ലെങ്കിൽ ആ കടയിൽ ആ മിഠായി കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു മിഠായി വാങ്ങാനായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ധൈര്യമായിട്ട് നിങ്ങൾ പോയിട്ട് ആ ഒരു സംഭവം എന്താണെന്നുള്ളത് അന്വേഷിക്കാനായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം ഡ്രഗ്സ് നല്ല രീതിയിൽ ഇന്ന് സ്പ്രെഡ് ഉണ്ട്. പോലീസിന്റെ മാക്സിമത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കേസുകൾ എടുക്കുന്നുണ്ട്, അതൊക്കെ ആ വഴിക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മളും കൂടിയും കുറച്ചും കൂടിയും അലർട്ടായാൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ. സ്കൂളൊക്കെ തുടങ്ങി, എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കുക, അപകടങ്ങളായിട്ടുള്ള അവസ്ഥകളിലേക്കൊക്കെ പോവാതിരിക്കുക കേട്ടോ, മിടുക്കന്മാരാവുക. ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പറയാനുണ്ട്. അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും വേണ്ടി അത് ചെയ്തു തരുന്നതാണ് കേട്ടോ. താങ്ക് യു.